എല്ലാവർക്കും നമസ്കാരം. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സാംപിൾ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് ചർച്ച ചെയ്യുന്നത്. എക്സാംപിൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് കാരണം മിക്കവാറും നമ്മളുടെ ടെക്സ്റ്റിൽ, അതായത് NCERT-യിൽ ഇല്ലാത്ത പല കാര്യങ്ങളും എക്സാംപിൾ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. എക്സാംപിൾ ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്നത് CBSE തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നീറ്റിന് വന്നു കഴിഞ്ഞിട്ട് അത് ഔട്ട് ഓഫ് സിലബസ് വന്നതാണ് എന്ന് പറയുവാനുള്ള അവകാശം നമുക്കില്ല. അത് വിത്തിൻ സിലബസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ കുറച്ച് വാക്കുകൾ ഈ എക്സാംപ്ലറിൽ നമ്മളുടെ NCERT-യിൽ ഇല്ലാത്തതുണ്ട്, അതൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം. ഓരോ ക്വസ്റ്റ്യൻസായി പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ തിയറി കൂടെ സംസാരിക്കും. റൈറ്റ് സർ, വേഗത്തിൽ സംസാരിക്കുന്നത് വേഗത കൂടുതലാണ് എന്ന് എനിക്കറിയാം. പക്ഷേ അറിയാലോ, ഇതൊരു ക്രാഷ് കോഴ്സാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കുക എന്നതാണ് നമ്മളുടെ ഉദ്ദേശം. ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ വേഗത്തിൽ സംസാരിക്കുന്നത്. ശരി, നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടക്കോളജി. ഓട്ടക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിസം ലെവലിലുള്ള ഇക്കോളജിക്ക് പറയുന്ന പേരാണ് ഓട്ടക്കോളജി. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. NCERT-യിൽ ഇതിൻ്റെ മറ്റൊരു പേര് പറയുന്നുണ്ട്, ഫിസിയോളജിക്കൽ ഇക്കോളജി. ഇപ്പോൾ ഫിസിയോളജിക്കൽ ഇക്കോളജി എന്ന് പറഞ്ഞാലും ഓർഗാനിസം ലെവലിലുള്ള ഇക്കോളജിയാണ്. ഓട്ടക്കോളജി എന്ന് പറഞ്ഞാലും ഓർഗാനിസം ലെവലിലുള്ള ഇക്കോളജി തന്നെയാണ്. ഓൾ റൈറ്റ്. ഈ ഓർഗാനിസം സ്വയം നിലനിൽക്കുന്ന സാധനമല്ലേ? റൈറ്റ്. ഓർഗാനിസത്തിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉള്ള ഓരോ യൂണിറ്റിനെയുമാണ് ഓർഗാനിസം എന്ന് വിളിക്കുക. അപ്പോൾ ഈ സ്വയം നിലനിൽക്കുന്നത്, ആ ഒരു മീനിങ്ങിൽ നമ്മൾ പറയുന്ന വാക്ക് ഓട്ടോണോമസ് എന്നാണ്. കേട്ടിട്ടില്ലേ? ആ കോളേജ് ഓട്ടോണോമസ് കോളേജാണ് കേട്ടോ, സ്വയം ഭരണാവകാശമുള്ള കോളേജുകൾ. അപ്പോൾ ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? സ്വയം നിലനിൽക്കുന്നത്. അപ്പോൾ ഓട്ടോണോമസ് ഇക്കോളജി എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് വാട്ട് യു സീ ഹിയർ, ഓട്ടക്കോളജി. റൈറ്റ്. അപ്പോൾ ഓട്ടക്കോളജി എന്ന് പറഞ്ഞാൽ സാധനം എന്താണ്? ഓട്ടക്കോളജി എന്ന് പറയുന്നത് എന്താ സംഗതി? റിലേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഒരു ഇൻഡിവിജ്വലും അതിൻ്റെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റും തമ്മിലുള്ളതിനെയാണ് ഓട്ടക്കോളജി എന്ന് വിളിക്കുക. അതേസമയം പോപ്പുലേഷനും ഓൾ കമ്മ്യൂണിറ്റിയും, റൈറ്റ്, അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ബന്ധം, അതിനെ വിളിക്കുന്ന പേര് സൈനക്കോളജി എന്നാണ്. അത് സിങ്ക്രണസ് ഇക്കോളജി എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് സൈനക്കോളജി. ആ ഒരു സാധനത്തിനെ വിളിക്കുന്ന പേര് വാട്ട് യു കോൾ ഇറ്റ് ആസ് വാട്ട് യു കോൾ സൈനക്കോളജി. റൈറ്റ്. അത് വിളിക്കുന്നത് സൈനക്കോളജി എന്നാണ്. അപ്പോൾ സൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷനോ കമ്മ്യൂണിറ്റിയോ എൻവയോൺമെൻറ്റുമായി എങ്ങനെയാണോ ഇടപെടുന്നത് അതിനെ സൈനക്കോളജി എന്ന് വിളിക്കും. ഒരു ഓർഗാനിസം എങ്ങനെയാണോ കമ്മ്യൂണിറ്റിയുമായി ഇടപെടുന്നത് അതിനെ ഓട്ടക്കോളജി എന്ന് വിളിക്കും. ക്വസ്റ്റ്യൻ 1 ക്ലിയർ അല്ലേ? റൈറ്റ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇക്കോട്ടോൺ ഈസ്. ഇക്കോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊല്യൂട്ടഡ് ഏരിയ അല്ല. ദ ബോട്ടം ഓഫ് എ ലേക്ക്. ബോട്ടം ഓഫ് എ ലേക്കിനെയൊക്കെ വിളിക്കുന്ന പേര് ബെന്തിക് സോൺ എന്നാണ്. എ സോൺ ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 കമ്മ്യൂണിറ്റീസ്. അതാണ് ശരി. നോക്ക്, 2 കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ട്രാൻസിഷൻ സോണിനെയാണ് എന്ത് വിളിക്കുക? ഇക്കോട്ടോൺ എന്ന് വിളിക്കുക. ഈ 2 കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ട്രാൻസിഷൻ സോൺ എന്ന് പറഞ്ഞാലും അറിയേണ്ട കാര്യം, അത് ഒരിക്കലും ഒരു ക്ലിയർ കട്ട് ട്രാൻസിഷൻ അല്ല. നമുക്കിങ്ങനെ ഒരു ബൗണ്ടറി ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ആ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ്, ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ബൗണ്ടറി തീരുമാനിക്കാൻ പറ്റില്ല. അതൊരു ഗ്രാജുവൽ ട്രാൻസിഷനാണ്. അപ്പോൾ ആ ഗ്രാജുവൽ ട്രാൻസിഷനിടയിൽ ഈ 2 കമ്മ്യൂണിറ്റികളുടെയും കോമൺ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി കാണുമല്ലോ, അതിനെയാണ് ഇക്കോട്ടോൺ എന്ന് വിളിക്കുക. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബയോസ്ഫിയർ ഈസ്. എന്താണ് ബയോസ്ഫിയർ? A component in the ecosystem composed of plants present in the soil, life in the outer space, composed of all living organisms present on earth which interact with its physical environment. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബയോംസ് ഉണ്ടല്ലോ, ഈ എല്ലാ ബയോമുകളുടെയും ആകെത്തുകയ്ക്കാണ് എന്ത് വിളിക്കുക? ബയോസ്ഫിയർ എന്ന് വിളിക്കുക. റൈറ്റ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്കോളജിക്കൽ നീച്ച്. ഇക്കോളജിക്കൽ നീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നീച്ച് എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിനും അതാത് കമ്മ്യൂണിറ്റികളിലുള്ള ഫങ്ഷണൽ ആസ് വെൽ എസ് ഫിസിക്കൽ പൊസിഷൻ ആണ്. റൈറ്റ്. ഐ റിപ്പീറ്റ്, ഓരോ സ്പീഷീസിനും ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ പെർട്ടിക്കുലർ ഫിസിക്കൽ പൊസിഷൻ ആസ് വെൽ എസ് ഫങ്ഷണൽ പൊസിഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നീച്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി. ഈ നീച്ചൊക്കെ നല്ല അസലായിട്ട് അറിയണം. പണ്ടത്തെ പുസ്തകത്തിൽ ബാക്കിൽ സപ്ലിമെൻ്ററി ആയി കിടന്നിരുന്നതാണ്. ഇപ്പോൾ NCERT-യുടെ മുൻഭാഗത്ത് നമ്മുടെ തിയറിയുടെ കൂടെ തന്നെ ഉണ്ട്. പല ആൾക്കാരും ഈ നീച്ചൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. കാരണം എന്താ? പുസ്തകം വായിക്കില്ല. പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പഴയ NCERT ആയിരിക്കും വായിക്കുക, സപ്ലിമെൻ്ററി മെറ്റീരിയൽ വായിക്കില്ല. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. 2012 മറ്റോ ഒരു തവണ ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2019 ചോദിച്ചു. ഇതേ സാധനം, ഇതേ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് പക്ക NCERT സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ഇതുപോലെ എടുത്ത് ചോദിച്ചു. എന്നിട്ടും ഒരു 60-70% കുട്ടികൾ തെറ്റിക്കുക ചെയ്ത്. പോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ.
അക്കോർഡിംഗ് ടു അലൻസ് റൂൾ ദ മാമൽസ് ഫ്രം കോൾഡ് ക്ലൈമറ്റ്സ് ഹാവ്, അലൻസ് റൂൾ അനുസരിച്ച് കോൾഡർ ക്ലൈമറ്റിൽ നിന്ന് വരുന്ന മാമൽസിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം. അലൻസ് റൂളിൻ്റെ അടിസ്ഥാനം പറഞ്ഞു കഴിഞ്ഞതാ. എന്താണ് അലൻസ് റൂളിൻ്റെ അടിസ്ഥാനം? പറയൂ. സർഫസ് ഏരിയ ടു വോളിയം കൂടുതലുള്ള ജീവികൾക്ക് ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും. ഐ റിപ്പീറ്റ്, സർഫസ് ഏരിയ ടു വോളിയം. വളരെ ശ്രദ്ധിക്കൂ, സർഫസ് ഏരിയ ടു വോളിയം എന്നുണ്ട്. സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ വോളിയം, ആ ഒരു ക്രൈറ്റീരിയ മറക്കരുത്. ചുമ്മാ സർഫസ് ഏരിയ എന്ന് പറയരുത്. കാരണം ഇപ്പോൾ നോക്കുക, ഹമ്മിങ് ബേർഡും ഷ്യൂസും. ഹമ്മിങ് ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? നമ്മുടെ അത് തന്നെ മറ്റേ പുറകോട്ട് പറക്കുന്ന പക്ഷേ അത് തന്നെ ഹമ്മിങ് ബേർഡ്. ഷ്യൂസ് എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞൻ എലികളാണ്. അപ്പം ഇവരൊക്കെ തീരെ ചെറിയ ജീവികളാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇവർക്കൊക്കെ സർഫസ് ഏരിയ കുറവല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഹീറ്റ് ലോസ് കൂടുതൽ? മനസ്സിലാക്കേണ്ടത്, സർഫസ് ഏരിയ ടു വോളിയം ഇവർക്കൊക്കെ ഭയങ്കര കൂടുതലാണ്. അവരുടെ ബോഡി വോളിയവുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവർക്ക് സർഫസ് ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹീറ്റ് ലോസ് കൂടുതലാണ്. ഡ്യൂ ടു ദാറ്റ് റീസൺ അവരെവിടെ കാണില്ല? പോളാർ ഏരിയസിൽ കാണില്ല. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞതല്ല അലൻസ് റൂൾ. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷനാണ് അലൻസ് റൂൾ. ഡ്യൂ ടു ദ സെയിം റീസൺ പോളാർ ഏരിയാസിൽ കാണുന്ന ജീവജാലങ്ങളുടെ ഇയേഴ്സും ലിംസും ഷോർട്ടർ ആയിരിക്കും. ഇപ്പോൾ സാറ് പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ, ഏത് സർഫസ് ഏരിയ ടു വോളിയം കൂടുതലാണെങ്കിൽ ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം സർഫസ് ഏരിയ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ഡ്യൂ ടു ദിസ് റീസൺ പൊളാർ അനിമൽസിൻ്റെ ഇയേഴ്സ് ആയിക്കൊള്ളട്ടെ ലിംസ് ആയിക്കൊള്ളട്ടെ ഷോർട്ടർ ആയിരിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ടേംഡ് ആസ് അലൻസ് റൂൾ, റൈറ്റ്? അപ്പോൾ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ രണ്ടും ഷോർട്ടറാണ്. ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ഷോർട്ടർ ലിംസ്, റൈറ്റ്? ഓപ്ഷൻ ഡി, ഡോക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾട്ട് കോൺസെൻട്രേഷൻ ഓഫ് ദ സീ മെഷേർഡ് ഇൻ പാർട്സ് പെർ 1000. ഒന്ന് ശ്രദ്ധിക്കുക, ഈ പാർട്സ് പെർ 1000 എന്നുള്ളത് പുതിയ എഡിഷൻ ഓഫ് NCERT ശരിയാണ്. ബട്ട് പല ഗൈഡുകളിലും ആ സാധനം പെർസെൻറ്റേജ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങളും പലരും ഒരുപക്ഷെ ഇത് ശ്രദ്ധിക്കാതെ പഠിച്ചു വച്ചേക്കുന്നത് പെർസെൻറ്റേജ് എന്നായിരിക്കും. സലൈനിറ്റി വാല്യൂ ഓർക്കുന്നുണ്ടോ? ഇൻലൻഡ് വാട്ടറിൽ അത് 0 to 5% ആണ് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചു വെക്കുക. ശരിക്കും അത് പെർസെൻറ്റേജ് അല്ല. ഈവൻ ഗൈഡുകളിലൊക്കെ കാണാറുണ്ട്, ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുണ്ട്. സാധനം 0 to 5 PPT ആണ്, പാർട്സ് പെർ 1000 ആണ്. ഓൾ സീ വാട്ടറിൽ അത് എത്രയാണ്? 30 to 35 പാർട്സ് പെർ 1000 ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൈപ്പർ സലൈൻ ലഗൂൺസിൽ അത് ഗ്രേറ്റർ ദാൻ 100% ആണ്. ആ പോയിന്റ് വളരെ പ്രധാനമാണ്. കാരണം ഈ ഹൈപ്പർ സലൈൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? സലൈനിറ്റി വളരെ കൂടുതലുള്ളത് എന്നാണ് അർത്ഥം. ഐ റിപ്പീറ്റ്, ഹൈപ്പർ സലൈൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? സലൈനിറ്റി വളരെ കൂടുതലുള്ളത് എന്നാണ് മീനിങ്, റൈറ്റ്? അപ്പോൾ വളരെ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ശതമാനത്തിൽ 100-നേക്കാൾ കൂടുതൽ. അപ്പോൾ PPTയിലാണ് സാറ് പറയുന്നതെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1000. സാറ് പറഞ്ഞ ലോജിക്ക് കിട്ടിയോ? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000-നേക്കാൾ കൂടുതലായിരിക്കണം ഇഫ് ഐ സ്പീക്ക് ദാറ്റ് ഇൻ PPT. അപ്പോൾ ഹൈപ്പർ സലൈൻ ലഗൂൺസിൽ മാത്രമാണ്, അത് NCERT ശരിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഹൈപ്പർ സലൈൻ ലഗൂൺസിൽ മാത്രമാണ് വി സേ ദ സലൈനിറ്റി വാല്യൂ ഇൻ പെർസെൻറ്റേജ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1000%, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 100%. ബാക്കിയുള്ളതിൻ്റെ വാല്യൂസ് ഇൻലൻഡ് വാട്ടറിൽ 5% ആണ്, സീ വാട്ടറിൽ 32, ഇൻലൻഡ് വാട്ടറിൽ 5 PPT ആണ്, സീ വാട്ടറിൽ 30 to 35 PPT ആണ്. ഓൾ റൈറ്റ്, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് നീഡ് മീൻ ആനുവൽ ടെമ്പറേച്ചർ ആൻഡ് മീൻ ആനുവൽ പ്രസിപ്പിറ്റേഷൻ എസ്. ഇത് നമ്മുടെ ഗ്രാഫിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓർക്കുന്നുണ്ടോ? ടെമ്പറേറ്റ് സാർ മറ്റേ വട്ടം വരച്ച് പറഞ്ഞത് ടെമ്പറേറ്റ് ഉണ്ട പോലെയാണ്. NCERT ഗ്രാഫ് ഓർമ്മയില്ല, അത് ഓരോന്നിനും ഓരോ ഷോർട്ട് ടെക്നിക്ക് സാറ് പറഞ്ഞു തന്നായിരുന്നു ഒറ്റയടിക്ക് ഓർക്കാൻ. അതിൽ ടെമ്പറേറ്റ് സോൺ ഓർക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞത് എന്താ? ടെമ്പറേറ്റ് ഫോറസ്റ്റിൻ്റെ ടെമ്പറേച്ചർ അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിനാണ്, ഡിഗ്രി ഇത് എഴുതുന്നത് ഉണ്ട പോലെ. അപ്പോൾ ആ ഗ്രാഫിൽ ഉണ്ട പോലെ വട്ടത്തിൽ പോലെ ഇരിക്കുന്ന സാധനമാണ് ഇത്, വാട്ട് യു കോൾ ദ ടെമ്പറേറ്റ് ഫോറസ്റ്റ് സോൺ, റൈറ്റ്? അത് വാല്യൂ ഒന്നും കാണാതെ പഠിക്കണ്ട. ഇത്തിരി ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചുമ്മാ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ഇത് ചോദിച്ചേക്കുന്നത് ട്രോപ്പിക്കലാണ് അല്ലേ, റൈറ്റ്? ട്രോപ്പിക്കലിൻ്റെ കോഡ് പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ? ട്രോപ്പിക്കൽ എന്ന് എഴുതുമ്പോൾ റോപ്പ് ഇക്കൽ എന്നാണ് എഴുതുക. അതിനകത്തൊരു റോപ്പുണ്ട്, അപ്പോൾ കയറ് പോലെ നീളത്തിൽ കിടക്കുന്ന ഭാഗമാണ് ട്രോപ്പിക്കൽ. ഇമേജിൻ ദാറ്റ്. ആ ഭാഗം ഓർമ്മയുണ്ടോ? അതിൻ്റെ വാല്യൂ ഒന്നും കാണാതെ പഠിക്കണ്ട. ആക്ച്വലി ഓർക്കാൻ നല്ല എളുപ്പമാണ്. നമ്മളൊക്കെ ട്രോപ്പിക്കൽ സോണിൽ കിടക്കുന്ന കൂട്ടരാ.
അതായത് എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ വരുന്നത് ഏതിലാണെന്നറിയാം, ട്രോപ്പിക്കലിലാണെന്നറിയാം. അപ്പോൾ ഒരു ആവറേജ് ടെമ്പറേച്ചർ അത്യാവശ്യം വൈഡ് റേഞ്ചിൽ തീരെ താഴ്ന്നു പോകാത്തതും തീരെ കൂടുതലല്ലാത്തതുമായത് മെയിൻറ്റെയിൻ ചെയ്തല്ലേ പറ്റൂ. സോ അങ്ങനെ വരുന്ന റേഞ്ച് ഏതേ ഉള്ളൂ, ഓപ്ഷൻ എ ഉള്ളൂ. യുവർ ആൻസർ ഈസ് ആക്ച്വലി 18 to 25 degrees Celsius and 150 to 400 centimeters of rainfall, right? Not rainfall, actually precipitation. എന്താ പ്രസിപ്പിറ്റേഷനും റെയിൻഫോളും തമ്മിലുള്ള വ്യത്യാസം? പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആനുവൽ റെയിൻഫോൾ പ്ലസ് സ്നോഫോളും കൂടി ചേരുന്നതാണ്. റെയിനും സ്നോവും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുക. 8ാമത്തെ ചോദ്യം. Which of the following forest plants controls the light conditions at the grounds? ഗ്രൗണ്ടിലുള്ള ലൈറ്റ് കണ്ടീഷൻ നോക്കുന്നത് ആരാണ്? ക്വൈറ്റ് സിമ്പിൾ. NCERT വളരെ കൃത്യമായി പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസിൽ തന്നെ ചിന്തിച്ചാൽ മതി. ഒരു കാടിനെ സംബന്ധിച്ച് താഴെ നിൽക്കുന്ന ചെടികൾക്ക് ലഭിക്കുന്ന ലൈറ്റ് തീരുമാനിക്കുന്നത് നല്ല പൊക്കമുള്ള ചെടികളുടെ കനോപ്പിയാണ്. ഈ കനോപ്പി എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ പ്രത്യേകതയല്ലല്ലോ. കനോപ്പി എന്ന് പറയുന്നത് കാടിൻ്റെ പ്രത്യേകതയാണ്. കനോപ്പി എന്തോന്ന് മനസ്സിലായില്ലേ? കാടിൻ്റെ ഏരിയൽ വ്യൂ നോക്കുന്ന സമയത്ത് എല്ലാ മരങ്ങളുടെയും മുകൾ ഭാഗം ചേർന്നിങ്ങനെ പച്ച പരവതാനി പോലെ കാണില്ലേ, അതിനെയാണ് കനോപ്പി എന്ന് വിളിക്കുക. ആ കനോപ്പി ഉള്ളത് കൊണ്ട് തന്നെ താഴത്തേക്ക് വരുന്ന ലൈറ്റ് എപ്പോഴും നിയന്ത്രിതമായിരിക്കും. കാടിൽ കാണുന്ന മിക്കവാറും ചെടികളൊക്കെ തന്നെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ അതിനെ ഒറ്റയടിക്ക് കൊണ്ട് നമ്മുടെ സാധാരണ ഒരു സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചാൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, പോണ്ടർ ദാറ്റ്, നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അത് ഒത്തിരി കണ്ടങ്ങട് വളരും എന്നാണ്. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ്. ആ ചെടി വാടിപ്പോവുകയേ ഉള്ളൂ. കാരണം എന്താ? ആ ചെടിയെ സംബന്ധിച്ച് അത്രയും സൂര്യപ്രകാശം വേണ്ട. അത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്, റൈറ്റ്? എനിവേ, നമ്മളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ കിട്ടുന്ന ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതാണ്? ടോൾ ട്രീസ് ആണ്. കാരണം കനോപ്പീസ് അവരല്ലേ ഫോം ചെയ്യുന്നത്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ടു എ വെൽ ഗ്രോയിങ് ഹെർബേഷ്യസ് പ്ലാന്റ് ഇൻ ദ ഫോറസ്റ്റ് ഇഫ് ഇറ്റ് ഈസ് ട്രാൻസ്പ്ലാന്റഡ് ഔട്ട്സൈഡ് ദി ഫോറസ്റ്റ് ഇൻ എ പാർക്ക്? കുറച്ച് മുമ്പ് സാറ് പറഞ്ഞത് തന്നെ. ഒരു നല്ല ഹെർബേഷ്യസ് പ്ലാന്റ് ഉണ്ട് ഒരു ഫോറസ്റ്റിൽ. നമ്മൾ അതിനെ ഫോറസ്റ്റിന് പുറത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാറ് പറഞ്ഞു അതിൻ്റെ മൈക്രോ ക്ലൈമറ്റ് മാറുന്നുണ്ട്. ഹൗ ദർ യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ക്ലൈമറ്റ് ആൻഡ് മാക്രോ ക്ലൈമറ്റ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. മാക്രോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കുള്ള ക്ലൈമാറ്റിക് ചേഞ്ചും ഒരു ഹാബിറ്റാറ്റിൽ പൊതുവേ നമ്മൾ പറയുന്ന ക്ലൈമാറ്റിക് ചേഞ്ചും, മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ചുറ്റുപാടും ഉണ്ടാകുന്ന ക്ലൈമാറ്റിക് ചേഞ്ചുമാണ്. ഇപ്പം ഞാനൊരു ഹെർബേഷ്യസ് പ്ലാന്റ് അതൊരു ഫോറസ്റ്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർ എ കനോപ്പി. ആ കനോപ്പിയിൽ നിൽക്കുന്ന സാധനത്തിനെ മാത്രമായി എടുത്തു മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ, മൈറ്റ് ബി സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ആ ചെടിയുടെ ക്ലൈമറ്റ് മാറി. അവിടെ നമ്മൾ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഹാബിറ്റാറ്റിൻ്റെ ക്ലൈമറ്റ് ഒന്നും മാറിയിട്ടില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ മാക്രോ ക്ലൈമറ്റ് ദേർ, ബട്ട് മൈക്രോ ക്ലൈമറ്റ് മാറി. ഗോട്ട് ഇറ്റ്? വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ മൈക്രോ ക്ലൈമറ്റ് മാറുന്നത് കൊണ്ട് അത് സർവൈവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. യുവർ ഓപ്ഷൻ ഈസ് ഗോയിങ് ടു ബി സി, റൈറ്റ്? യാ, സി. 10ാമത്തെ ചോദ്യം. If a population of 50 paramecium present in a pool increases to 150 after an hour, what would be the growth rate of population? Right. ഒരു പൂൾ, അതിലാദ്യം 50 പാരമീസിയം ഉണ്ടായിരുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ 150 കൂടി. എന്നെ ശ്രദ്ധിക്കണം, 150 എണ്ണം കൂടി എന്നല്ല, 150 ആയി കൂടി എന്നാണ്. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്ന നിങ്ങളോട് ഞാൻ 2x-ഉം ബൈ എക്സും തമ്മിലുള്ള വ്യത്യാസം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സംതിങ് ഈസ് ഇൻക്രീസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫൈനൽ വാല്യൂ എക്സ് ആണ് എന്നാണ്. സംതിങ് ഇൻക്രീസ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫൈനൽ വാല്യൂ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വാല്യൂ പ്ലസ് എക്സ് എന്നാണ്. സെയിം തന്നെയാണ് കേട്ടോ ഡിക്രീസ്ഡ് ബൈയും. അതൊക്കെ വിട്ടേക്ക്, വലിയ വലിയ കാൽക്കുലേഷൻ. നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ളത് 50 പാരമീസിയം, അവസാനമുള്ളത് എത്രയാ? 150 പാരമീസിയം. എന്ന് പറഞ്ഞാൽ എത്ര പാരമീസിയം പുതിയതായിട്ട് ഉണ്ടായത്? 100 പാരമീസിയം, റൈറ്റ്? ഗ്രോത്ത് റേറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ടെൽ മീ വാട്ട്സ് ദ ഗ്രോത്ത് റേറ്റ്. ടെൽ മീ ദ ഇക്വേഷൻ ഫോർ ഗ്രോത്ത് റേറ്റ്. പുതിയത് ഉണ്ടായത് ഡിവൈഡഡ് ബൈ ആദ്യമുള്ളത് ആണല്ലോ. ഇതാണ് ഗ്രോത്ത് റേറ്റ്. പുതിയത് ഉണ്ടായത് ഡിവൈഡഡ് ബൈ ആദ്യമുള്ളത്. പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ യു ക്യാൻ മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് 100. അതും സാർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ വിത്ത് 100 ചെയ്താൽ മതി. പക്ഷേ ഇവിടെ വാല്യൂസ് ഇങ്ങനെ ആയ സ്ഥിതിക്ക്, ഇങ്ങനെ തന്നേക്കുന്ന സ്ഥിതിക്ക് അവർ പെർസെൻറ്റേജ് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇത് ഗ്രോത്ത് റേറ്റ് അല്ല ചോദിച്ചേക്കുന്നത്. നോക്ക്, അത് ഗ്രോത്ത് റേറ്റ് 11ാമത്തെ ക്വസ്റ്റ്യനാണ്.
സാറ് 10 പറഞ്ഞു തുടങ്ങിയത്, ഉത്തരം പറഞ്ഞു വന്നപ്പോൾ 11 സോറി 10ലേക്ക് തന്നെ വാ. എത്ര പുതിയ ചെടികൾ ഉണ്ടായി എന്നാണ് ചോദ്യം. അത് 100 per hour, റൈറ്റ്. 10ൻ്റെ ഉത്തരം 100, ഡി ആണ് അല്ലേ. വാട്ട് ഈസ് ദ ഗ്രോത്ത് റേറ്റ്? പുതിയതായിട്ട് എത്ര പേരുണ്ടായി? ചോദ്യം വായിച്ചാൽ തന്നെ അറിയാമല്ലോ. 1 മണിക്കൂർ മുൻപ് ഉണ്ടായിരുന്നത് 50 ആണ്, ഇപ്പോൾ ഉള്ളത് 1 മണിക്കൂറിന് ശേഷം 150, അതായത് 1 മണിക്കൂർ കൊണ്ട് 100 എണ്ണം ഉണ്ടായി. സോ 100 per hour, അതാണ് 10ൻ്റെ ഉത്തരം. ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് 11 ക്വസ്റ്റ്യൻ എന്താ? ഗ്രോത്ത് റേറ്റിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓൾറെഡി നമ്മൾ ബർത്ത് റേറ്റ് പെർസെൻറ്റേജ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? പറയുക എൻ്റെ കൂടെ സംസാരിക്കുക. നമ്പർ ഓഫ് ബേർത്ത്സ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ നമ്പർ ഇൻറ്റു 100. അപ്പോൾ യുവർ ആൻസർ ഈസ് ഗോയിങ് ടു ബി വാട്ട്? യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് എസ് 200 കിട്ടിക്കോളും. എന്നെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക സാറിനെ. ഇത് ഞാൻ ഓൾറെഡി തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സപ്പോസ് നമ്മുടെ NCERTയുടെ ഉദാഹരണം തന്നെ എടുക്കാം. ഒരു പോണ്ടിൽ 20 ലോട്ടസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. പുതിയതായിട്ട് 4 ലോട്ടസ് ഫ്ലവേഴ്സ് വന്നു. വാട്ട് ഈസ് ദ ബർത്ത് റേറ്റ്? 4/20. സംശയമൊന്നുമില്ലല്ലോ. ആദ്യം ഉണ്ടായിരുന്നത് 20 ആണ്. ഇപ്പോഴത്തെ ബർത്ത് റേറ്റ് എത്രയാണ്? 4/20 ആണ്. കാരണം എന്താ? പുതിയതായിട്ടുണ്ടായത് 4 ആണ്. അതിലാർക്കും ഡൗട്ടില്ലല്ലോ. ഇത് ബർത്ത് റേറ്റ് ആണ് കേട്ടോ. ബർത്ത് റേറ്റ് നമ്മൾ നേറ്റാലിറ്റി എന്ന് വിളിക്കുന്ന സാധനം, റൈറ്റ്. ഇനി ആദ്യം 20 ലോട്ടസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 8 എണ്ണം ചീഞ്ഞു പോയി. ഇതാണല്ലോ ഡെത്ത് റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ മോർട്ടാലിറ്റി എന്ന് വിളിക്കുന്ന സാധനം. ദിസ് ഈസ് ദ ഡെത്ത് റേറ്റ്, റൈറ്റ്. അതർവൈസ് വി കോൾ ഇറ്റ് എസ് മോർട്ടാലിറ്റി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. ബർത്ത് റേറ്റിൽ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുകയുള്ളൂ. ബർത്ത് റേറ്റിൽ ന്യൂമറേറ്ററിലുള്ള 4 ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ 20 ഇൻ ദ ഡിനോമിനേറ്റർ, റൈറ്റ്. ന്യൂമറേറ്ററിലെ 4 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലെ 20 ഇൻക്ലൂഡഡ് അല്ല. അതേസമയം നിങ്ങൾ ഡെത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ കാണാം, ന്യൂമറേറ്ററിലെ 8 ഡിനോമിനേറ്ററിലെ 20 ഇൻക്ലൂഡഡ് ആണ്. സാറ് പറഞ്ഞ വ്യത്യാസം കിട്ടിയോ? യു ഗോട്ട് ദ ഡിഫറൻസ്. അതായത് ഇപ്പോൾ ശരിക്കും 12 ലോട്ടസ് ചെടികളേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതിയത് 20 അല്ലേ. അതിനർത്ഥം മരിച്ചുപോയ അല്ലെങ്കിൽ ചീഞ്ഞുപോയ 8 എണ്ണം കൂടി ഡിനോമിനേറ്ററിൽ 20 ഇൻക്ലൂഡഡ് ആണ്. ഗോട്ട് ഇറ്റ്? അതുകൊണ്ട് തന്നെ ബർത്ത് റേറ്റിനെ വിളിക്കുന്ന പേര് എക്സ്ട്രിൻസിക് ആട്രിബ്യൂട്ട് എന്നും. ഇതൊക്കെ എന്താണ്? ആട്രിബ്യൂട്ട്സ് ഓഫ് പോപ്പുലേഷനാണ്. അതുകൊണ്ടാണ് ആട്രിബ്യൂട്ട് എന്നുള്ള വാക്ക് വന്നത്, റൈറ്റ്. ബർത്ത് റേറ്റിനെ വിളിക്കുന്നത് എക്സ്ട്രിൻസിക് ആട്രിബ്യൂട്ട് എന്നും ഡെത്ത് റേറ്റിനെ വിളിക്കുന്നത് ഇൻട്രിൻസിക് ആട്രിബ്യൂട്ട് എന്നുമാണ്. Alright, is that much fine? So tell me what's the birth rate? It is 200. പലരും തെറ്റിക്കുന്നത് ഈ അവസാനത്തെ 150 അങ്ങോട്ട് എടുക്കും. അല്ലാതെ പുതിയതായിട്ടുണ്ടായ 100ന് പകരം പല പിള്ളേരും തെറ്റിക്കാൻ കാരണം അതാണ്. ദേ വിൽ ഡു 150/50. അപ്പോൾ ആൻസർ തെറ്റിപ്പോവും. അങ്ങനെയല്ല, പുതിയതായിട്ട് എത്ര പേര് ജനിച്ചു എന്നത് വേണം എടുക്കാൻ, റൈറ്റ്. ആ ന്യൂമറേറ്റർ എടുക്കുന്നത് വേണം ശ്രദ്ധിക്കാൻ. Shall we move to next question? Question 12. A population has more young individuals compared to older individuals. Simple. ഏജ് പിരമിഡ് പഠിച്ചതാ. ഏജ് പിരമിഡ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിലെ ആൾക്കാരെ 3 തിരിച്ചുകൊണ്ട് പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആസ് വെൽ ആസ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവായി തരം തിരിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, റൈറ്റ്. ഹ്യൂമൻസിനെ സംബന്ധിച്ച് ഒരൊറ്റ ഏജ് പിരമിഡിൽ തന്നെയാണ് നമ്മൾ 2 സെക്സസും കാണിക്കുക. അതിൽ ഒരു ഭാഗത്ത് നമ്മൾ ഫീമെയിൽസിനെ കാണിക്കും. സാധാരണ നമ്മൾ ഇടതുവശത്താണ് കാണിക്കാറ്. ആദ്യം ഫീമെയിൽസിനെ കാണിക്കും, വലതുവശത്ത് നമ്മൾ മെയിൽസിനെ കാണിക്കും. വിട്ടേക്കൂ. നമ്മളുടെ വിഷയത്തിലേക്ക് വന്നാൽ ക്വസ്റ്റ്യൻ എന്താ? യങ് ഇൻഡിവിജ്വൽസ്, അതായത് റീപ്രൊഡക്റ്റീവ് സ്റ്റേറ്റസ് കൂടുതലാണ്. യങ് ഇൻഡിവിജ്വൽസ്, അതിപ്പോൾ റീപ്രൊഡക്റ്റീവ് എന്നുള്ളത് വിട്, ഇപ്പോൾ ഏതാണെന്ന് അവർ കൃത്യമായി പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു കോമൺ ലോജിക്ക് വെച്ചങ്ങ് സംസാരിക്കാം. നോക്കാം. യങ് ഇൻഡിവിജ്വൽസ് കൂടുതലാണ് ഓൾഡ് ഇൻഡിവിജ്വൽസിനെക്കാളും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇന്നത്തെ യങ് ഇൻഡിവിജ്വൽസ് ആണ് നാളത്തെ ഓൾഡ് ഇൻഡിവിജ്വൽസ് ആവുക. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ പോപ്പുലേഷൻ വളരുക തന്നെയാണ്. ഇവരിപ്പോൾ യങ് ഉദ്ദേശിക്കുന്നത് പ്രീ റീപ്രൊഡക്റ്റീവ് ആയിരിക്കണം, ഓൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീപ്രൊഡക്റ്റീവും ആയിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മളുടെ സാധാരണ സിലബസിൻ്റെ ഒരു രീതി പോകുന്നത്. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ
നോക്കുക, ഇന്നുള്ള യങ്ങർ ആൾക്കാരാണ് നാളെയുള്ള മെച്ചുവേർഡ് ആൾക്കാരായി മാറുന്നത്. ഇന്നത്തെ പ്രീ റീപ്രൊഡക്റ്റീവ് ആണ് നാളത്തെ റീപ്രൊഡക്റ്റീവായി മാറുന്നത്. യു ഗോട്ട് ഇറ്റ്? സാർ പറഞ്ഞത് കിട്ടിയോ? എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓർ സിംപ്ലി ചിന്തിക്കുകയാണെങ്കിലും ഈ പറയുന്ന ഈശ്വരവിടെയൊക്കെ വിട്ടിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഫ്രം ദ ക്വസ്റ്റ്യൻ യു ക്യാൻ സീ യങ്ങർ വൺസ് ആണ് കൂടുതൽ, ഓൾഡർ വൺസ് കുറവും. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇന്നത്തെ യങ്ങർ വൺസ് ആണ് നാളത്തെ ഓൾഡർ വൺസ് ആവുക. ഇന്നത്തെ യങ്ങർ വൺസ് നാളത്തെ ഓൾഡർ വൺസ് ആകുമ്പോഴേക്കും പുതിയ യങ്ങർ വൺസിനെ ഉണ്ടാക്കിക്കോളും. ആരോഗ്യമുള്ള യങ്ങർ വൺസ് ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്രോയിങ് പോപ്പുലേഷൻ, റൈറ്റ്? ഇറ്റ് വിൽ ഇൻക്രീസ്. ഓപ്ഷൻ സി. അടുത്തത്, what parameters are used for tiger census in our country's national parks and sanctuaries? നമ്മളുടെ രാജ്യത്തിലെ നാഷണൽ പാർക്സിലും സാങ്ച്വറീസിലും ടൈഗേഴ്സിൻ്റെ പോപ്പുലേഷൻ അളക്കുന്നത്, സെൻസസ് എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? രണ്ട് കാര്യങ്ങൾ, പക്ക് മാർക്സും നോക്കും, ഫീക്കൽ പെല്ലറ്റ്സും നോക്കും. പക്ക് മാർക്സ് നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെയാണ്, ഓരോ ടൈഗറിൻ്റെയും പക്ക് മാർക്ക് ഇൻഡിവിജ്വൽ ആണ്, അങ്ങനെ നോക്കാം. രണ്ട്, ഫീക്കൽ പെല്ലറ്റ്സിൻ്റെ ഉദ്ദേശം ഈ ഫീക്കസിൽ ഷെഡ് ഓഫ് DNA കണ്ടൻറ്റ് കാണും, അല്ലെ ഷെഡ് ഓഫ് സെൽസ് കാണുമല്ലോ, ഇൻറ്റസ്റ്റൈനൽ സെൽസ് കാണും. അതിൽ നിന്നും DNA കണ്ടൻറ്റ് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഏതുപോലെ ഈ ചില അതിബുദ്ധിമാന്മാരായ കള്ളന്മാർ മോഷണം കഴിഞ്ഞിട്ട് വീടിൻ്റെ മുമ്പിൽ എക്സ്ക്രീറ്റ് ചെയ്തിട്ട് പോകും. ഇവരുടെ വിചാരം ഇവരെന്തോ വലിയ സംഭവമാണ്, ഇത് പട്ടിക മണം കിട്ടാതിരിക്കാനേ, ഇവരുടെ വിചാരം ഇവരെന്തോ വലിയ സംഭവമാണ്, രക്ഷ കിട്ടും എന്നൊക്കെയാണ്. സത്യം പറഞ്ഞാൽ മണ്ടനാ. കാരണം എന്താ? നല്ലൊരു ഫോറൻസിക് വിദഗ്ധൻ വരികയാണെങ്കിൽ ആ എക്സ്ക്രീറ്റയിൽ നിന്നും ഇൻറ്റസ്റ്റൈനൽ സെൽസ് വേർതിരിച്ചെടുക്കാം. ഇവനൊരു സ്ഥിരം കള്ളനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവൻ്റെ DNA ഫിംഗർ പ്രിൻറ്റിങ് പാറ്റേണും കാണും. എളുപ്പമായില്ലേ? ആ ഇൻറ്റസ്റ്റൈനൽ സെല്ലിൽ നിന്നും ഇവൻ്റെ DNA പാറ്റേൺ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ അവൻ സ്ഥിരം കള്ളനാണെങ്കിൽ, പ്രൊവൈഡഡ് കേട്ടോ, നമ്മളുടെ കയ്യിൽ DNA പാറ്റേണും ഉണ്ടായിരിക്കണം. ഓൾറെഡി കമ്പയർ ചെയ്യാനായി സ്റ്റാൻഡേർഡ് പാറ്റേണും ഉണ്ടെങ്കിൽ അവൻ കുടുങ്ങി നോർത്താൽ മതി. നമ്മളിവിടെ നോക്കുന്നത് ഇങ്ങനെ തന്നെ, ടോട്ടൽ ഫീക്കൽ പെല്ലറ്റ്സ് കളക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് നിന്ന് എത്ര തരത്തിലുള്ള DNA പാറ്റേൺസ് ആണ് കിട്ടുക എന്ന് നോക്കും. സാധാരണഗതിയിൽ ആ കിട്ടുന്നത് തന്നെ ആയിരിക്കും ടൈഗേഴ്സിൻ്റെ എണ്ണം, പ്രൊവൈഡഡ് ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടെങ്കിൽ പണിപാളും. അതറിയാലോ നിങ്ങൾക്ക്. റീപ്രൊഡക്ഷൻ എടുത്തപ്പോൾ സാറ് പറഞ്ഞു, ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ എന്താ, അവരുടെ ജനിതകം സെയിം ആണ്, ദെയർ ജനറ്റിക്സ് ഈസ് സെയിം, DNA പാറ്റേൺ ഈസ് സെയിം. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വെച്ച് തിരിച്ചറിയാൻ പറ്റില്ല. ശരി, പക്ഷെ അപ്പോഴും പക്ക് മാർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. കാരണം പക്ക് മാർക്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡി കൂടിയായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ. 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് നെസസറിലി ഡിക്രീസ് ദ ഡെൻസിറ്റി ഓഫ് എ പോപ്പുലേഷൻ ഇൻ എ ഗിവൻ ഹാബിറ്റാറ്റ്? എപ്പോഴാണ് പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നത്? നോക്കാം. നേറ്റാലിറ്റി ഗ്രേറ്റർ ദാൻ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജനന നിരക്ക് ഈസ് ഗ്രേറ്റർ ദാൻ മരണനിരക്ക്. കൂടുതൽ കുട്ടികൾ ജനിക്കുന്നു, കുറച്ച് പേർ മാത്രം മരിക്കുന്നു, അതിനർത്ഥം ആ പോപ്പുലേഷൻ വളരുകയാണ്. ഡസൻ ഫിറ്റ് ഫോർ അവർ ക്വസ്റ്റ്യൻ. നമ്മളുടെ ക്വസ്റ്റ്യൻ കുറയുന്നതാണ്, അപ്പോൾ അതല്ല. ഇമിഗ്രേഷൻ ഗ്രേറ്റർ ദാൻ എമിഗ്രേഷൻ, ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് റാദർ ദാൻ പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിലെ ആൾക്കാരുടെ എണ്ണം കൂടുന്നു. എഗെയിൻ ഡസൻ ഫിറ്റ് ഫോർ ദ ക്വസ്റ്റ്യൻ, സോ സ്കിപ്പിംഗ്. മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ, മോർട്ടാലിറ്റി കൂടുതലുണ്ടെങ്കിലും എമിഗ്രേഷൻ കൂടുതലുണ്ടെങ്കിലും നമ്മളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കും. സി ആണ് ശരി. നേറ്റാലിറ്റി ആൻഡ് എമിഗ്രേഷൻ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ജനന നിരക്ക്, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോപ്പുലേഷൻ കൂടുകയാണ് ചെയ്യുക. അത് രണ്ടും പോപ്പുലേഷൻ കൂട്ടുകയാണ് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ കുറയ്ക്കുന്ന കൂട്ടരെ തിരഞ്ഞെടുക്കാനാണ്. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A protozoan reproduces by binary fission. What will be the number of protozoan in its population after 6 generations? Right. ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഷോർട്ട് മെത്തേഡ് പഠിപ്പിച്ചിട്ടുള്ള 2 to the power n, where n is the number of generation വെച്ചിട്ട് ഒറ്റയടിക്ക് ചെയ്യാം. 2 to the power n എന്ന് പറയുന്നത് it is going to be 2 to the power 6, അതായത് 2 cube into 2 cube, 8 into 8 ഇല്ലേ? 2 cube into 2 cube ആണല്ലോ 2 to the power 6, 64 എന്ന് ഉത്തരം കിട്ടും. ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ മെനക്കേടാണെങ്കിൽ ചുമ്മാ കൈകൊണ്ട് എണ്ണിയാലും മതിയെന്ന്. ഫസ്റ്റ് ജനറേഷനിൽ 2, അടുത്ത ജനറേഷനിൽ 4, അടുത്ത ജനറേഷനിൽ 8, അടുത്തതിൽ 16, അടുത്തതിൽ 32, അടുത്തതിൽ 64. നിങ്ങളിങ്ങനെ എണ്ണി 6 വിരലങ്ങ് മടക്കിയാൽ മതി. 6 വിരലുകൾ മീൻസ് 6 എണ്ണുന്നത് പോലെ. 6 വിരലില്ലല്ലോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. 6 ഇങ്ങനെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് പിടിച്ചാൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് 64. മനസ്സിലായില്ലേ? ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ 2, അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞല്ലോ. സെക്കൻഡ് മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ 4, തേർഡ് മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ 8, ഫോർത്ത് മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ
16. ഫിഫ്ത്ത് മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ 32. സിക്സ്ത് മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ 64 കഴിഞ്ഞു. ഇങ്ങനെ പിടിച്ചാലും മതി. Or you can use the formula 2 to the power n where n is the number of generation, right? അടുത്ത question. In 2005, for each of the 14 million people present in a country, 0.028 were born and 0.008 died during the year. Using the exponential equation, the number of people present in 2015 is predicted as. ശരി, നമുക്ക് നോക്കാം. എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻ വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെൽ മീ വാട്ട്സ് ഇക്വേഷൻ. അത് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്താ? dn/dt is equal to rn. ഇതാണ് ഇക്വേഷൻ. ഓരോന്നായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dn അറിയില്ല, dn കണ്ടുപിടിക്കണമല്ലോ, അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. dn അറിയില്ല, കണ്ടുപിടിക്കണം. dt 10 എങ്ങനെ കിട്ടി? 2005-ഉം 2015-ഉം തമ്മിലുള്ള വ്യത്യാസം 10. അപ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് as dn/10 is equal to r. r എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് ആണ്. ബർത്ത് റേറ്റ് എത്രയായിരുന്നു ക്വസ്റ്റനിൽ? 0.028. അത് r-ൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. 0.028 മൈനസ് 0.008. അപ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് 0.020 അല്ലേ? 0.020 ഇൻറ്റു 14. ദിസ് ഈസ് വാട്ട് യു ഗെറ്റ്. ഓൾ ഡി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടും നോക്കാം. 0.020 ഇൻറ്റു 14 എന്ന് പറയുന്നത് 0.28 വരും ഇല്ലേ? യു വിൽ ഗെറ്റ് ഇറ്റ് ഇസ് 0.28 മൾട്ടിപ്ലൈഡ് വിത്ത് 10. യു വിൽ ഗെറ്റ് ഇറ്റ് ഇസ് 2.8. ഇപ്പോൾ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2.8 മില്യൺസ് ആണ്. 14 മില്യണിലാണ്. ഞാൻ പിന്നെ ഈ വട്ടം വരച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതാണ്. വട്ടം കൊണ്ട് ഉദ്ദേശിച്ചത് 0 വരച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മടി പിടിച്ചതാണ്. അപ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് എസ് 2.8 മില്യൺസ്. എന്ത്? ചേഞ്ച് ഇൻ പോപ്പുലേഷൻ യു ഗെറ്റ് ഇറ്റ് എസ് വാട്ട് യു കോൾ 2.8 മില്യൺസ്. സോ വാട്ട്സ് എ ഫൈനൽ പോപ്പുലേഷൻ? ആദ്യം എത്ര ഉണ്ടായിരുന്നത്? 14. ഇപ്പോൾ എത്രയാണ് കൂടിയത്? 2.8. സോ യുവർ ഫൈനൽ പോപ്പുലേഷൻ ഈസ് ഗോയിങ് ടു ബി 16.8 മില്യൺസ്. അത്രയും വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. അതാണ് ഉത്തരം. ഏതാ? 16.8. അപ്രോക്സിമേറ്റ്ലി യു വിൽ ഗെറ്റ് ഇറ്റ് എസ് 17 മില്യൺസ്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം എക്സാംപ്ലറിലുള്ളതാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. റൈറ്റ്. അടുത്തത് അമെൻസാലിസം ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ 2 സ്പീഷീസ് വെയർ. അമെൻസാലിസം എന്ന് പറഞ്ഞാൽ ഒരാൾ നെഗറ്റീവാണ്, അതായത് ഒരാൾക്ക് ഹാംഫുൾ ആണ്, മറ്റേ ആൾക്ക് ന്യൂട്രൽ ആണ്. ഉദാഹരണം പറഞ്ഞിരുന്നു. NCERT പറയുന്നില്ല എക്സാമ്പിൾ, പക്ഷേ നമ്മൾ സംസാരിച്ചിരുന്നു. ഏതാ? സ്റ്റെഫൈലോകോക്കസോറിയസും പെനിസിലിയം നൊട്ടേറ്റവും. നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് എക്സ്പെരിമെൻ്റ് നടത്തിയത് മറന്നുപോയോ? പെട്രി ഡിഷിൽ സ്റ്റെഫൈലോകോക്കസോറിയസ് വളർത്താൻ നോക്കി. അതിനകത്ത് പെനിസിലിയം നൊട്ടേറ്റം മൗൾഡ് വന്നു. ഏതിലാണോ പെനിസിലിയം നൊട്ടേറ്റത്തിൻ്റെ മൗൾഡ് വന്നത് അതിൽ ആര് വളർന്നില്ല? സ്റ്റാഫോറിയസ് വളർന്നില്ല. എന്ന് പറഞ്ഞാൽ പെനിസിലിയം നൊട്ടേറ്റത്തിന് വിഷയമല്ല. അവിടെ സ്റ്റാഫോറിയസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെനിസിലിയത്തിനെ സംബന്ധിച്ചതൊരു വിഷയമേ അല്ല. ബട്ട് സ്റ്റാഫോറിയസിന് പെനിസിലിയത്തിൻ്റെ പ്രസൻസ് ഹാംഫുള്ളാണ് എന്ന് പറഞ്ഞാൽ അമെൻസാലിസം ബിറ്റ്വീൻ പെനിസിലിയം നൊട്ടേറ്റം ആൻഡ് സ്റ്റെഫൈലോകോക്കസോറിയസിന് മൈനസും പെനിസിലിയം നൊട്ടേറ്റത്തിന് 0യും. റൈറ്റ്. എനിവേ അമെൻസാലിസം തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് നോക്കാം. ഒരാൾ ഹാംഫുള്ളാണ്, മറ്റേ ആൾക്ക് അൺഅഫക്റ്റഡ് ആണ്. സോ ഓപ്ഷൻ ഈസ് ഗോയിങ് ടു ബി ബി, ബോയ്. 18. ലൈക്കൺസ് ആർ അസോസിയേഷൻസ് ഓഫ്. ലൈക്കൺസ് എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള അസോസിയേഷനാണ്? ലൈക്കൺ എന്ന് പറയുന്നത് ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനാണ്. യു നോ ഇറ്റ്. ദി ആൽഗൽ കമ്പണന്റ് ഈസ് വാട്ട് ഈസ് ടേംഡ് ആസ് ഫൈക്കോബയോണ്ട് ആൻഡ് ഫംഗൽ കമ്പണന്റ് ഈസ് വാട്ട് ഈസ് ടേംഡ് ആസ് മൈക്കോബയോണ്ട്. അറിയാലോ, ആൽഗൽ കമ്പണന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഫംഗൽ കമ്പണന്റോ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ സഹായിക്കും. ദെൻ യു ഹാവ് ഫംഗസ് ആൻഡ് ആൽഗെ, ഫംഗസ് ആൻഡ് വൈറസ് അല്ല. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർഷ്യൽ റൂട്ട് പാരസൈറ്റ്? സാൻഡൽവുഡ് ആണ് ഉത്തരം. റൈറ്റ്. സാൻഡൽവുഡ്. ഈ മിസിൽ ടോയിനെ നമ്മൾ ഹെമി പാരസൈറ്റ് എന്നാണ് വിളിക്കുക. പിന്നെ ബാക്കി ഓപ്ഷൻസ് നിങ്ങളെങ്ങനെ ഓർക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ഇഫ് യു ക്യാൻ റിമെമ്പർ ദാറ്റ്സ് ഫൈൻ. ഓറോബാങ്കയെ വിളിക്കുന്നത്, ഓറോബാങ്ക ഈസ് വാട്ട് ഈസ് ടേംഡ് ആസ് ഹോളോ പാരസൈറ്റ്. ഗാനോഡെർമയ്ക്ക് അങ്ങനെ പ്രത്യേക പേരൊന്നുമില്ല, അത് ജനറൽ പാരസൈറ്റ് ആണ്. ഈ ബാക്കി എന്താണെന്നൊക്കെ ഞാൻ മനഃപൂർവ്വം എക്സ്പ്ലെയിൻ ചെയ്യാത്തതാട്ടോ. പാർഷ്യൽ പാരസൈറ്റ് എന്താ, ഹെമി പാരസൈറ്റ് എന്താ, ഹോളോ പാരസൈറ്റ് എന്താണ്, മനഃപൂർവ്വം ഞാൻ സംസാരിക്കാത്തതാ.
വേണ്ട, അത് ദെയർ ഓഫ് ടോപ്പിക്സ്, ചുമ്മാ സംസാരിച്ച സമയം കളയണ്ട. നിങ്ങൾക്കിപ്പോൾ ചോദിച്ചാൽ തന്നെ ഈ ക്വസ്റ്റൻ അതുപോലെ ചോദിക്കും. പാർഷ്യൽ റൂട്ട് പാരസൈറ്റ് ആരാണ്? ഇറ്റ്സ് സാൻഡൽവുഡ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസസ് സെക്ഷുവലി ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം? ജീവിതത്തിൽ ഒരു തവണ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ, പ്രത്യേകിച്ച് ചെടികളെ വിളിക്കുന്ന പേര് മോണോകാർപ്പിക് എന്നാണ്. ആരൊക്കെയാ? കുറച്ച് എക്സാമ്പിൾസ് വരാം. ആനുവൽസിന് എക്സാമ്പിളാണ് വീറ്റും റൈസും ഒക്കെ, അല്ലേ? വർഷത്തിൽ ഒരു തവണ വിളവ് തരും, ഒറ്റ തവണ വിളവ് തന്നിട്ട് നശിച്ചു പോകും. വീറ്റും റൈസും. ബൈനിയൽസിന് എക്സാമ്പിൾ പറയാമോ? വർഷത്തിൽ 2 തവണ വിളവ് തരാൻ പാകത്തിന്, ഒറ്റ തവണ വിളവ് തരൂ, ഉദ്ദേശിക്കുന്നത് 6 മാസം കൊണ്ട് മെച്യൂർഡ് ആവുന്നത്. റാഡിഷും ക്യാരറ്റും ഒക്കെ ബൈനിയൽസ് ആണ്. അപ്പോൾ 2 ഗ്രോയിങ് സീസൺസ് ഉണ്ട് അതിനൊരു കൊല്ലം. മനസ്സിലായോ? 6 മാസമല്ലേടോ മെച്യൂരിറ്റി ടൈം. അപ്പോൾ ഒരു വർഷം തന്നെ 2 തവണ വളർത്താം. ക്യാരറ്റും റാഡിഷും. പിന്നെ പെരനിയലോ? പെരനിയൽ എന്ന് പറഞ്ഞാൽ കുറേ കാലം ജീവിക്കും, അതിനെയാണ് പെരനിയൽസ് എന്ന് വിളിക്കുക. മോണോകാർപ്പിക് പെരനിയലിന് ഉദാഹരണം ബാംബു, ബനാന ഒക്കെ. ബാംബു ഒക്കെ ലൈഫ് ടൈമിൽ ഒറ്റ തവണ മാത്രമേ ഫ്ലവർ ചെയ്യൂ. ബനാന അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഈ ബാംബു റൈസിന് ഇത്ര വില വരുന്നത്. നമ്മുടെ ഈ ആദിവാസി മേളകൾക്കും മറ്റുമൊക്കെ ചെല്ലുന്ന സമയത്ത് മുളയരി കഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അത് സാധാരണ കഞ്ഞിയേക്കാളും നല്ല വില കൂടുതലാണ്. എന്താ പ്രത്യേകത? അതിൻ്റെ ന്യൂട്രിയൻ്റ് എൻറിച്ച്മെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് സാധനം ഭയങ്കര സ്കേഴ്സാണ്, കിട്ടാനില്ല. കാരണം ഒറ്റ തവണയല്ലേ കിട്ടുകയുള്ളൂ. ഈ കിട്ടുന്ന മുളയരി ഫെർമെൻറ്റ് ചെയ്ത് സൂക്ഷിക്കും. അതുകൊണ്ടാണ് മുളയരി കഞ്ഞിക്ക് ഒരു പുളിപ്പുള്ളത്. നല്ലതാണ് കേട്ടോ, മോശം നല്ല. സാറ് പറഞ്ഞത് ഒറ്റ തവണയെ കിട്ടുകയുള്ളൂ എന്ന് മാത്രമാണ്. എനിവേ, എമംഗ് ദ ഓപ്ഷൻസ് ഹിയർ യുവർ ആൻസർ ഈസ് ഗോയിങ് ടു ബി ബനാന പ്ലാന്റ്. ശരി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. A sedentary sea anemone gets attached to the shell lining of hermit crab. The association is commensalism. ക്രാബിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. സി അനിമോണെ സംബന്ധിച്ച് ക്രാബ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ആരും അറ്റാക്കും ചെയ്യില്ല. ഇനി ഇതുപോലെ വേറൊരു സാധനമുണ്ട്. സി അനിമോണിൻ്റെ മുള്ളുകൾക്കിടയിൽ ആര് വന്നിരിക്കും? ക്ലൗൺ ഫിഷസ് വന്നിരിക്കും. സി അനിമോണ് മുള്ളുകളുള്ളത് കൊണ്ട് ക്ലൗൺ ഫിഷിനെ ആരും അറ്റാക്ക് ചെയ്യില്ല. ക്ലൗൺ ഫിഷിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. ക്ലൗൺ ഫിഷിന് ഗുണമാണ്, സി അനിമോണ് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അത് മറ്റൊരു കമൻസാലിസത്തിന് ഉദാഹരണമാണ് കേട്ടോ. റൈറ്റ്. അടുത്തത്. എ ബയോളജിസ്റ്റ് സ്റ്റഡീഡ് ദ പോപ്പുലേഷൻ ഓഫ് റാറ്റ്സ് ഇൻ എ ബാൺ. ഹി ഫൗണ്ട് ദാറ്റ് ആവറേജ് നേറ്റാലിറ്റി വാസ് 250. 250 പേര് ജനിച്ചു. ആവറേജ് മോർട്ടാലിറ്റി 240. 250 ജനിച്ചതിൽ 240 മരിച്ചു, അപ്പോൾ 10. ഇമിഗ്രേഷൻ 20, 20 പേര് വന്നു, അപ്പോൾ 30. എമിഗ്രേഷൻ 30, ആ 30 പേരും പോയി, അപ്പോൾ അവസാനം 0. ഈ ഒരു സാധനം, നിസാര സാധനം, ഇക്വേഷനൊക്കെ എഴുതി, ഏത് നമ്മുടെ NT+1 = NT+ B+I മൈനസ് ദ സം ഓഫ് D+E ഒക്കെ ചെയ്യുന്ന വിദ്വാൻമാരെ അറിയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സാറ് ചെയ്തതുപോലെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തങ്ങ് പോയാൽ മതി. ഇക്വേഷനൊന്നും എഴുതി അതിൻ്റെ കാര്യമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ബെന്തിക് ഓർഗാനിസംസ് ആർ അഫക്റ്റഡ് മോസ്റ്റ്ലി ബൈ. ഞാനിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ സാഹചര്യമാണ്. ഞാനിപ്പോൾ സപ്പോസ് എൻ്റെ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ എന്നെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ സാഹചര്യമാണ്. ഞാനിപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ സാഹചര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ബെന്തിക് ആനിമൽസിനെ സംബന്ധിച്ച് അവർ കാണുന്നത് എവിടെയാണ്? ബെന്തിക് റീജിയണിലാണ്, ഫ്ലോറിലാണ്. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ സാഹചര്യം. അവിടുത്തെ സാഹചര്യം ഇൻ ദ സെൻസ് അവിടുത്തെ സെഡിമെൻറ്റ്സ് ആണ്. ഇറ്റ്സ് ആൻ NCERT സ്റ്റേറ്റ്മെൻറ്റ്. ക്യാൻ സീ ദാറ്റ്. ഓപ്ഷൻ ഡി, ഡോക്ടർ. റൈറ്റ്. 24ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാരസിറ്റിക് അഡാപ്റ്റേഷൻ? താഴെ പറയുന്നതിൽ ഏതാണ് പാരസിറ്റിക് അഡാപ്റ്റേഷൻ അല്ലാത്തത്? നോക്കാം, ഏതാണ് അല്ലാത്തത്. ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ പാരസൈറ്റിൻ്റെ പെക്യൂലിയാരിറ്റി ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് അദസീവ് ഓർഗൻസ് ആണ്. ഹൂക്സ് ആൻഡ് സക്കേഴ്സ് വേണം, എന്നാലല്ലേ അവർക്ക് ഹോസ്റ്റിനോട് ചേർന്നിരിക്കാൻ പറ്റൂ. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് ഓർഗൻസ്, എന്തിനാ അത്? ന്യൂട്രിയൻസ് വലിച്ചെടുക്കല്ലേ, അപ്പോൾ അത് വേണ്ട. ലോസ് ഓഫ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അല്ലല്ല, അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഡി. മോസ്റ്റ് ആനിമൽസ് ആർ ട്രീ ഡ്വെല്ലേഴ്സ് ഇൻ എ. ഏത് ഹാബിറ്റാറ്റ് എടുത്താലാണ് ഏറ്റവും കൂടുതൽ ട്രീ ഡ്വെല്ലേഴ്സ് വരുന്നത്? തോൺ, വുഡ്ലാൻഡ്, ടെമ്പറേറ്റ് ഡിസിഡ്യൂസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. കാരണം അത് എവർഗ്രീൻ ഫോറസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും ഹ്യൂമിഡായിരിക്കും, നിറയെ ഇലകൾ കാണും, ഡിക്കേയിങ് ആയിട്ടുള്ള. അവിടെ കൂടുതലും കാണുന്നത് ഇൻസെക്ട്സാണ്. ഏത്? താഴത്ത്. മിക്കവാറും ആൾക്കാർ ട്രീ ഡ്വെല്ലേഴ്സ് തന്നെയായിരിക്കും, മിക്കവാറും ആനിമൽസ്. റൈറ്റ്. ഓപ്ഷൻ സി. 26. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻട്രാക്ഷൻസ് ബോത്ത് പാർട്ട്നേഴ്സ് ആർ അഡ്വേഴ്സ്ലി എഫക്റ്റഡ്? 2 പാർട്ട്നേഴ്സും ഒരുപോലെ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആവുന്നത് ഏത് ഇൻറ്ററാക്ഷനിലാണ്? ഇതാണ് ക്വസ്റ്റ്യൻ.
ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻട്രാക്ഷൻസ് ബോത്ത് പാർട്ട്നേഴ്സ് ആർ അഡ്വേഴ്സ്ലി എഫക്റ്റഡ്. രണ്ടുപേരെയും അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആവുന്നത് ഇറ്റ്സ് എൻ കോമ്പറ്റീഷൻ. മൈനസ് മൈനസ്. അടുത്ത ക്വസ്റ്റ്യൻ. The following graph depicts changes in two populations A and B of herbivores in a grassy field A. Oh, I'm leaving that question. വേറെ ഒന്നുമില്ല, ഗ്രാഫ് തന്നിട്ടില്ല. ഗ്രാഫ് തരാതെ സാർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? സോ സ്കിപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ. 28. Gauss's principle of competitive exclusion states that. എന്താണ് Gauss's competitive exclusion principle? No two organisms can continue in competition indefinitely. Gradually what will happen? Competitively superior one will eliminate competitively inferior one. രണ്ട് കൂട്ടർക്ക് നിരന്തരമായി കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കാൻ പറ്റില്ല. മെല്ലെ മെല്ലെ എന്ത് സംഭവിക്കും? കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ളയാൾ കോമ്പറ്റീറ്റീവ്ലി ഇൻഫീരിയർ ആയിട്ടുള്ളയാൾ എലിമിനേറ്റ് ചെയ്യും. ഈ ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന് ഒരു എക്സെപ്ഷൻ പറയാമോ? മക്കാർത്തറിൻ്റെ റിസോഴ്സ് പാർട്ടീഷനിങ് മറന്നോ? ഒരു മരത്തിൽ 5 തരം കുരുവികൾ കേട്ടിട്ടില്ലേ? കുരുവികളെ വരുകുരുവികളെ, ആ സാധനം തന്നെ. വാർബ്ലേഴ്സ്, WARBLERS, റൈറ്റ്. ഒരൊറ്റ മരത്തിൽ 5 തരം വാർബ്ലേഴ്സ്. ആ 5 തരം വാർബ്ലേഴ്സിൽ ഓരോ തരവും തീറ്റ തേടി പുറത്തിറങ്ങിയിരുന്നത് ഓരോ സമയത്താണ്. അപ്പോൾ ഗുണം എന്താ? അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, റിസോഴ്സസ് തമ്മിൽ പാർട്ടീഷൻ നടക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ടേംഡ് എസ് റിസോഴ്സ് പാർട്ടീഷനിങ്. തന്നേക്കുന്നതിൽ ഉത്തരം ഏതാണെന്ന് നോക്കാം. No two species can occupy the same niche indefinitely for the same limiting resources. 28 C. 29. When does the growth rate of a population following the logistic model equal 0? ആ ലോജിസ്റ്റിക് മോഡലിൻ്റെ ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ട്, എന്നിട്ടാണോ ചോദിക്കുന്നത് 0 എപ്പോഴാണ്? ഇത് ചുമ്മാ കോമഡി ചോദ്യമായി പോയല്ലോ. ഇക്വേഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ എപ്പോഴാണ് 0 ആവുക? 1 - 1 വരണം. മീൻസ് n - k ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1 - 1 0 വരും. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 0. കാരണം R ഒരിക്കലും 0 ആവില്ല, N ഒരിക്കലും 0 ആവില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓപ്ഷൻ A, റൈറ്റ്. 30. അസിംപ്റ്റോട്ട് ഇൻ എ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് എന്താണെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടല്ലോ അല്ലേ? മറ്റേ സിഗ്മോയിഡ് കർവ് ആണ്. ആദ്യം ലാഗ് വരും, പിന്നെ ഫേസ് ഓഫ് ആക്സലറേഷൻ, പിന്നെ ഫേസ് ഓഫ് ഡീസലറേഷൻ, പിന്നെ അസിംപ്റ്റോട്ട് ആവും. സോറി, ഞാൻ വിദഗ്ധനായതുകൊണ്ട് അങ്ങനെ പോയതാട്ടോ. ഇതിങ്ങനെ നേരെയാണ് വരേണ്ടത്. ഇങ്ങനെ നേരെയാണ് വരേണ്ടത്. അത് നേരെയാണ്, അങ്ങനെ അങ്ങോട്ട് ഊഹിച്ചോളൂ. റൈറ്റ്, ഇങ്ങനെയാണ് പോവുക. അസിംപ്റ്റോട്ട് ഫേസ് എപ്പോഴാണ് വരുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആകുമ്പോൾ? ക്യാരിയിങ് കപ്പാസിറ്റി ഈക്വൽ ആകുമ്പോൾ. ഓരോ ആക്സിസിലും എന്താണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ? വൈ ആക്സിസിൽ രേഖപ്പെടുത്തുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. എക്സ് ആക്സിസിൽ രേഖപ്പെടുത്തുന്നത് ടൈമുമാണ്. അറിയാമല്ലോ രണ്ട് ഗ്രോത്ത്. ഇത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവും. അത് സാറ് വരച്ചതിൻ്റെ പ്രശ്നമാണ്, അഡ്ജസ്റ്റ് ചെയ്യും. അത് മുഴുവനും പോയോ? നന്നായി. ഇത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ്. എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ്ലി വളർന്നുകൊണ്ടേയിരിക്കും. റിസോഴ്സസ് അൺലിമിറ്റഡ് ആകുമ്പോൾ വരുന്നതാണ് എക്സ്പൊണൻഷ്യൽ. അത് ഓർക്കാനൊരു വിദ്യ പറയാം. ലോജിസ്റ്റിക് ആണ് ലോജിക്കൽ. ആ പേര് വരാൻ കാരണം അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ലോഗരിതം ഇക്വേഷനിൽ വരുന്നത് കൊണ്ടാണ് ലോജിസ്റ്റിക് എന്ന് പേര് വന്നത്. വിട്ടേക്ക്, ഓർക്കാൻ എളുപ്പത്തിന് പറയാം. ദ ലോജിക്കൽ വൺ ഈസ് ലോജിസ്റ്റിക്. ലോജിക്കൽ എന്താ? അത് നമ്മുടെ ലോജിക്കൽ ശരിയായിട്ടുള്ളത് ഏതാണ്? റിസോഴ്സസ് ലിമിറ്റഡ് ആണ് എന്നതാണോ അൺലിമിറ്റഡ് ആണ് എന്നതാണോ? റിസോഴ്സസ് ലിമിറ്റഡ് ആണ് എന്നത്. സോ ലിമിറ്റഡ് റിസോഴ്സസ് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്, അൺലിമിറ്റഡ് റിസോഴ്സസ് ഏതാ? എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരു കുഞ്ഞു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിൻ്റെ മറ്റൊരു പേരാണ് Pearl-Verhulst ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. Hope that you remember that. Moving for our very next question, 31. Artificial selection to obtain cows yielding higher milk output represents. ഇത് ശരിക്കും ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എവല്യൂഷൻ്റെ ക്വസ്റ്റ്യനാണ്. മൈറ്റ് ബി മാറി അങ്ങനെ ഈ ചാപ്റ്ററിൽ വന്നതായിരിക്കും. എന്തായാലും സംസാരിക്കാം. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ അല്ലേ, ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ലേ. അപ്പോൾ എന്തൊക്കെ വന്നാലും അത് ഡയറക്ഷനിലായേ പറ്റൂ. ബാക്കി രണ്ടെണ്ണം ഓർമ്മയുണ്ടോ? ഡിസ്ട്രപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ എക്സ്ട്രീമും ഈ എക്സ്ട്രീമും, അതായത് ലോവർ മോസ്റ്റ് എക്സ്ട്രീമും റൈറ്റ് മോസ്റ്റ് എക്സ്ട്രീമും തിരഞ്ഞെടുക്കുന്നതാണ് ഡിസ്ട്രപ്റ്റീവ്. ദെൻ സ്റ്റെബിലൈസിങ് എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീമിലേക്കും പോവാതെ നടുക്കുള്ളത്. ഇപ്പോൾ ഒന്ന് വേഗം സംസാരിച്ചാൽ പൊക്കം എന്ന ക്യാരക്ടർ എടുക്കുക. നല്ല പൊക്കമുള്ളവരെയും തീരെ പൊക്കം കുറഞ്ഞവരും മാത്രമാണ് സൊസൈറ്റിയിലുള്ളത്. അല്ലാതെ മീഡിയം പൊക്കമുള്ളവർ സൊസൈറ്റിയിൽ ഇല്ല എന്നിരിക്കട്ടെ. അതിനെയാണ് ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുക. സ്റ്റെബിലൈസിംഗ് എന്ന് പറഞ്ഞാൽ മീഡിയം പൊക്കമുള്ള ആൾക്കാരുടെ എണ്ണമായിരിക്കും കൂടുതൽ. ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എയ്തർ പൊക്കം കുറഞ്ഞവർ മാത്രം ഓർ പൊക്കം കൂടിയവർ മാത്രം. അങ്ങനെ ഇപ്പോൾ സംസാരിക്കുന്നില്ല കൂടുതൽ. എവല്യൂഷൻ എടുക്കുമ്പോൾ സാറ് ഡീറ്റെയിൽഡായി പറയാം കേട്ടോ.
Moving to next question, select the mismatch. റോഡോസ്പൈറലം മൈക്കോറൈസ ആയി അവിടെ തന്നെ പോയില്ലേ. റോഡോസ്പൈറലം എന്ന് പറയുന്നത് ആരാ? ഒരു ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സറാണ്. ഇറ്റ്സ് എ ഫാക്കൽറ്റേറ്റീവ് എനൈറോപ്പ്. അപ്പം അത് തന്നെ പോയി. അതാണ് മിസ്മാച്ച്. റോഡോസ്പൈറലം മൈക്കോറൈസ അല്ല. അപ്പം എന്തായാലും ബാക്കി ശരിയായിരിക്കും. വായിച്ചു വെച്ചേക്ക്. അനബീന നൈട്രജൻ ഫിക്സർ, റൈസോബിയം ആൽഫാൽഫ, ഫ്രാങ്കിയ അൽനസ്. റൈറ്റ്. അടുത്തത്, presence of plants arranged into well-defined vertical layers depending on their height can be seen best in പല പല തട്ടുകളിലായിട്ട് ആൾക്കാരെ വെച്ചേക്കുന്നത് എവിടെയാണ് കാണുക? അഗെയിൻ ആദ്യം പറഞ്ഞു, ഇറ്റ്സ് ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. കാരണം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലല്ലേടോ ഏറ്റവും കൂടുതൽ എന്താ പറയുക മരങ്ങൾ തിക്കായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റാന്ന് വിളിക്കും ഈ സാധനത്തിന്, സ്ട്രെയിറ്റിഫിക്കേഷൻ. അതാണ് സംഗതി. എക്കോളജി എടുക്കട്ടെ, അപ്പോൾ പറയാം. എക്കോളജി മീൻസ് ബയോഡൈവേഴ്സിറ്റിയിലാന്ന് തോന്നുന്നു. എക്കോസിസ്റ്റത്തിലാ ഏതോ ചാപ്റ്ററിൽ വരുന്നുണ്ട്, എന്തോ ആയിക്കൊള്ളട്ടെ. സ്ട്രെയിറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം, പല ലെയേഴ്സായിട്ട്. ഇപ്പോൾ ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ കാർഡിൻ്റെ ഏറ്റവും മുകളിലുള്ള പച്ച കളർ ഏത്? നമ്മുടെ ഇലകളുടെ, അതൊരു സ്ട്രെയിറ്റയാണ്. തൊട്ട് താഴത്ത് കൊമ്പുകളിൽ ജീവിക്കുന്ന ജീവികൾ, അടുത്ത സ്ട്രെയിറ്റ്. കുറച്ചുകൂടി താഴത്ത് വള്ളിച്ചെടികൾ, ഹെർബ്സ് എന്നാണ് വിളിക്കുന്നത്, അതടുത്ത സ്ട്രെയിറ്റാണ്. കുറച്ചുകൂടി താഴത്തെ ഷ്രബ്സ്, അതടുത്ത സ്ട്രെയിറ്റാണ്. ക്രോൾ ചെയ്യുന്ന ഇൻസെക്ട്സും ജീവികളും ഒക്കെ അതടുത്ത സ്ട്രെയിറ്റാണ്. ഇങ്ങനെ ഹൈറ്റ് അനുസരിച്ചുള്ള വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനെയാണ് സ്ട്രെയിറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, മൈക്കോറൈസ ഈസ് എൻ എക്സാമ്പിൾ ഫോർ മൈക്കോറൈസ mutualism. Right, that's all. So that's all regarding the discussion of this chapter. We will see with the very next chapter. Thank you all.